MSO 001 യൂണിറ്റ് 5 പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Social structure refers to relation between groups. The contribution of ഇവാൻ പ്രിറ്റ്ചാർഡിനെ കുറിച്ചാണ് പറയുന്നത്. 1940 റോയൽ ആന്ത്രോപോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനെയും അയർലൻഡിനെയും പ്രസിഡൻഷ്യൽ പ്രസംഗമായ റീക്ലിഫ് ബ്രൗണിന്റെ സാമൂഹികഘടനയെക്കുറിച്ചുള്ള ആശയത്തെ പരാമർശിച്ചു എന്ന് പറയുന്നു. ഇവാൻ പ്രിറ്റ്ചാർഡിന്റെ സാമൂഹ്യഘടനയെക്കുറിച്ചുള്ള ഉപയോഗത്തോട് റാഡ്ക്ലിഫ് ബ്രൗൺ വിയോജിച്ചില്ലെങ്കിലും ഇവാൻ പ്രിറ്റ്ചാർഡിനെ ഉൾപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ സാമൂഹ്യഘടന എന്ന പദത്തിന് കീഴിൽ ഉൾപ്പെടുത്തുന്നതിന് കൂടുതൽ ഉപയോഗപ്രദമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇവാൻ പ്രിറ്റ്ചാർഡ് തന്റെ പുസ്തകമായ ദി ന്യൂയറിന്റെ 1940 അവസാന അധ്യായത്തിൽ അവസാന ഭാഗത്ത് സാമൂഹ്യഘടനയെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. ന്യൂയറിനെ കുറിച്ച് തന്റെ കൃതിയിൽ ഇവാൻ പ്രിറ്റ്ചാർഡ് അത്തരമൊരു സിദ്ധാന്തം അന്വേഷിച്ചു. എന്നാലും സാമൂഹ്യശാസ്ത്രത്തിലും സാമൂഹ്യ നരവംശാസ്ത്രത്തിലും സ്വാധീനം ചെലുത്തിയ പല ആശയങ്ങൾ പിന്നീട് വികസിപ്പിച്ചു എന്നാണ് പറയുന്നത്. ന്യൂയറിനെ കുറിച്ചുള്ള തന്റെ മോണോഗ്രഫിക്കൽ പഠനത്തെക്കുറിച്ച് ആളുകളുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ആദ്യം ഒരു വിവരണം നൽകുകയും ചെയ്തു. അവ സ്വയം കണ്ടെത്തുന്ന പരിസ്ഥിതി വ്യവസ്ഥയെയും അവയുടെ പ്രാദേശിക വിതരണത്തെയും മനുഷ്യത്വത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കാരണമായി തീർന്നു എന്ന് പറയുന്നു. സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമായും അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയ അധികാരത്തിന്റെ അഭാവത്തിൽ അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്ന പ്രാദേശിക വിഭവങ്ങളെ ഇവാൻ പ്രിറ്റ്ചാർഡ് നോക്കിക്കണ്ടു എന്ന് പറയുന്നു. ഒരു രാഷ്ട്രമില്ലാതെ സമൂഹത്തിന്റെ നല്ല ഉദാഹരണമാണ് ന്യൂയർ. ഇത് സെഗ്മെന്ററി രാഷ്ട്രീയ വ്യവസ്ഥ എന്ന ആശയത്തിന് കാരണമായി. അവിടെ സാമൂഹ്യക്രമം പ്രധാനമായും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ എതിർപ്പിന്റെയും സന്തുലിതാവസ്ഥയുടെയും പ്രവർത്തനമായി ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ന്യൂയർ സമൂഹത്തിന്റെ ഘടനകളെക്കുറിച്ച് അവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ഇവാൻ പ്രിറ്റ്ചാർഡിന്റെ വിവരണം അദ്ദേഹത്തിനെ സാമൂഹ്യഘടന എന്ന ആശയത്തിലേക്ക് എത്തിക്കുവാൻ കാരണമായി. റാഡ്ക്ലിഫ് ചെയ്തതുപോലെ വ്യക്തിയുടെ ആശയത്തിൽ തുടങ്ങുന്നതിനു പകരം ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യഘടന വീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് റാഡ്ക്ലിഫ് ചെയ്തത്. സാമൂഹികഘടന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ഥിരതയുള്ള ഗ്രൂപ്പുകളും അവ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് പറയുന്നത്. ഘടന സംഘടിതമായ ഗ്രൂപ്പുകളുടെ സംയോജനമാണ്. വ്യക്തികൾ വന്നുപോകുന്ന കാലക്രമേണ അവരെ നിയമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പുകൾ അതേപടി തുടരുകയും തലമുറകളിലൂടെ ആളുകൾ കടന്നുപോകുകയും ജീവിതത്തിന്റെ തുടക്കത്തിന്റെയും അതുപോലെ മരണത്തെയും വ്യക്തികളെ ബാധിക്കുന്നു. ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ളത് എന്താണ് ഒരു വ്യക്തിയുടെ ഒരു ഭാഗമായി തന്നെ മാറുകയാണ് അല്ലെ. പക്ഷേ സമൂഹത്തിന്റെ ഘടന നിലനിൽക്കുന്നു. അതിലൂടെ എന്താണ് സമൂഹത്തിന്റെ ഘടനയാണ് നിലനിൽക്കുന്നത്. ഇവാൻ പ്രിറ്റ്ചാർഡ് സാമൂഹ്യഘടന എന്നാണ് പറയുന്നത്. ഇതിനെ സാമൂഹ്യഘടന എന്നാണ് പറയുന്നത്. സാമൂഹ്യഘടനയെ വിവരിക്കാൻ പരിഗണിക്കുന്ന ഗ്രൂപ്പുകളെ ഘടനാപരമായ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. ഇദ്ദേഹം കുടുംബത്തെ ഒരു ഘടനാപരമായ ഗ്രൂപ്പ് ആയി കാണുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റു ഗ്രൂപ്പുകൾക്ക് ഉള്ളതുപോലെ സ്ഥിരതയും കുടുംബത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അംഗങ്ങളുടെ മരണത്തോടെ ഒരു കുടുംബം അപ്രത്യക്ഷമാവുകയും ഒരു പുതിയ കുടുംബം നിലവിൽ വരികയും ചെയ്യുന്നു.
എന്നാലും കുടുംബത്തിൽ പ്രാധാന്യം കുറവാണെന്ന് പറയുന്നില്ല. അത് ഘടനയുടെ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. കുടുംബത്തിന് പ്രാധാന്യം ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആ കുടുംബം ഉണ്ടെങ്കിൽ തന്നെയാണ് ഘടനയുടെ പ്രാധാന്യത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് ജനിക്കുന്നു. അത് വ്യവസ്ഥയെയും അതിൻ്റെ തുടർച്ചയെയും നിലനിർത്തുന്നു. പ്രാദേശികവും വംശപരമ്പരയുമായ പ്രായപരിധി നിശ്ചയിച്ച് സംവിധാനങ്ങൾ, അതായത് അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ന്യൂ ഇയറിന്റെ ഉദാഹരണത്തെ പരിഗണിച്ച് ഇവാൻ സ്പിച്ചർട്ട് പറയുന്നത്, ഗോത്രം എന്നത് റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ ക്രമരഹിതമായ ഒരു കൂട്ടായ്മയല്ല, മറിച്ച് ഒരു തരം ചരിത്രരചനയാണ്. അതിൻ്റെ ബന്ധുത്വം പ്രകൃതി ജൈവശാസ്ത്രങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഈസ് എ മോഡൽ കോൺട്രിബ്യൂഷൻ ഓഫ് കോൾഡ് ലെവിൻ സ്ട്രോസ് ആൻഡ് എഡ്മണ്ട് ലീച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രകോപനപരവും ചർച്ചാ വിഷയവുമായ സംഭാവന ഫ്രഞ്ച് ഘടനാവാദിയായ ക്ലോഡ് ലെവിൻ സ്ട്രോസിൻ്റെ ഇതാണെന്നാണ് അദ്ദേഹം പുരാണങ്ങളുടെ ബന്ധുത്വം കളുടെ സമർത്ഥമായ ക്രോസ് കൾച്ചർ വിശകലനത്തിന് പ്രശസ്തി ഉള്ളതാണെന്ന് പറയുന്നു. പ്രവർത്തനവാദത്തിന് സമൂഹം ഒരു ജീവിവർഗമാണ്. അതിൽ കലകൾ ഉൾപ്പെടുന്നുവെന്ന് പറയുന്നു. അതിനെ വിഘടിപ്പിക്കുന്നു, വേർതിരിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. ഘടനാവാദത്തിന് ഭാഷയിൽ നിന്നുള്ള സാമ്യമാണ് സമൂഹത്തെ സങ്കല്പിക്കാൻ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക ഭാഷയുടെ വഴിയിൽ നിന്ന് വിദഗ്ധൻ അതിൻ്റെ വ്യാകരണത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. ഇത് ഒരു വാദപ്രയോഗത്തെ അർത്ഥമാക്കുകയും ആ ഭാഷയുടെ കർത്താക്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുപോലെ ഘടനാവാദി ഒരു സാമൂഹ്യ പെരുമാറ്റത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അടിസ്ഥാന ഘടനയെ അനുമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും പറയുന്നു. വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ കൂട്ടത്തെ ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്തെങ്കിലുമായി രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ഘടനാവാദം പറയുകയാണ് ചെയ്യുന്നത്. ബന്ധങ്ങളുടെ ഗുണനിലവാരത്തേക്കാൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ആശയമാണ് ഘടനാവാദത്തിന്റെ അടിസ്ഥാനം എന്നാണ് പറയുന്നത്. എഡ്മണ്ട് ലീച്ച് വ്യക്തമാക്കുന്നത് ഒരു നല്ല ഉദാഹരണം കൊടുത്തുകൊണ്ടാണ്. ഒരു സംഗീത കലയെ പല വിധത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ അതിനെ എഴുതി വയ്ക്കുകയും ഒരു ഫോണോഗ്രാഫിക് റെക്കോർഡ് ചെയ്യുകയും റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് പ്രേക്ഷകരിലേക്ക് തിരികെ പ്ലേ ചെയ്യുന്നു. ഓരോ സാഹചര്യത്തിലും സംഗീതം ഒരു ഉദാഹരണമാണെന്നാണ് പറയുന്നത്. സംഗീതത്തിന്റെ ഈ പ്രകടനങ്ങൾക്കെല്ലാം പൊതുവായുള്ള ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തവും ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്നു എന്നാണ് അവരുടെ ഘടനയെക്കുറിച്ച് അവർ പറയുന്ന ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. സമാനമായ രീതിയിലും വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്തപ്പെടുമ്പോൾ അവയ്ക്ക് മാറ്റമില്ലാതെ അവ നിലനിൽക്കുന്നു അവരുടെ ഘടന. ലെവിൻ സ്ട്രോസ് തൻ്റെ ഒരു പഠനത്തിൽ ഇത് ഉചിതമായി കാണിച്ചു തരുന്നു. അവിടെ അദ്ദേഹം ഓസ്ട്രേലിയൻ ആദിവാസികളുടെ ടോട്ടോമിക്സ് സമൂഹത്തെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നു. രണ്ടിലും ഒരേ ഘടന ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലിലൂടെ സാധിച്ചത്. റാഡിക്ലിഫ് ബ്രൗണിന് ഘടന നിരീക്ഷിക്കാവുന്നതാണെങ്കിലും ലെവിൻ സ്ട്രോസിന് അത് അമൂർത്തമാണെന്നാണ് റാഡ്ക്ലിഫ് ബ്രൗണിന് നിലനിൽക്കുന്നത്. ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഘടനയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും ലെവിൻ സ്ട്രോസിന്റെ നിലനിൽക്കുന്നത് മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും ഘടനയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1953 A.L. ക്രോബറിന്റെ ആന്ത്രോപോളജി
ട്യൂട്ടോ എന്ന പ്രസിദ്ധമായ ലേഖനത്തിൽ ലെവി സ്ട്രോസ് പറയുന്നു, സാമൂഹിക ഘടന ഒരു പഠന മേഖലയല്ല, അത് അന്വേഷണത്തിൻ്റെ പ്രാവശ്യ അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സാമൂഹ്യ ഘടനയെക്കുറിച്ച് പഠിക്കുന്നില്ല, പക്ഷേ അത് വിശദീകരണ രീതിയിലൂടെയാണ് പോകുന്നത് എന്ന് പറയുന്നു. ഏത് തരത്തിലുള്ള സാമൂഹിക പഠനങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. റാഡ്ക്ലിഫ് ബ്രൗണിന് വിപരീതമായി സാമൂഹ്യ ഘടന എന്ന പദത്തിന് അനുഭവപരമായ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ലെവി സ്ട്രോസ് പറയുന്നു. അനുഭവപരമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട മാതൃകകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാമൂഹ്യ ഘടന ഒരു മാതൃകയാണ്, അതൊരു പഠന രീതിയുമായി ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ലെവി സ്ട്രോസ് സാമൂഹ്യ ഘടന എന്ന ആശയത്തെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ രണ്ടാമതായി പറയുന്നത് സാമൂഹ്യ അനുഭവത്തിന്റെ അസംസ്കൃത ഡാറ്റയാണ് ഇവ. ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് അനുഭവപരമായ നിരീക്ഷിക്കുവാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയും ഇടപഴകുന്നതിലൂടെയും കുറേയേറെ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്ന് അത് നിരീക്ഷണത്തിലൂടെ പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നാണ് സാമൂഹ്യ ഘടനയിൽ ഉൾക്കൊള്ളുന്ന മാതൃകകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് പറയുന്നു. മാതൃകകൾ അസംസ്കൃതവും അനുഭവപരവുമായ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിനെ ചുരുക്കാൻ സാധിക്കില്ല. ഒരു നിശ്ചിത സമൂഹത്തിലെ സാമൂഹിക ബന്ധങ്ങളും കൂട്ടത്തെ വിവരിക്കാൻ കഴിയുന്നു. എന്നാൽ സാമൂഹിക ഘടന ഒരു നരവംശാസ്ത്രത്തിന്റെ രൂപപ്പെടുത്തലാണെന്ന് വിശകലനത്തിനായി നിർമ്മിച്ചതാണെന്ന് പറയുന്നു. അതായത് ഒരു സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് സാമൂഹിക ഘടന രൂപപ്പെടുന്നു. ഒരു സമൂഹത്തിൽ നിന്ന് സാമൂഹിക ഘടന തന്നെ രൂപപ്പെടുകയും അത് ഓരോരുത്തരുടെ അനുഭവപരമായിട്ടും നമ്മൾ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതും അങ്ങനെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി അതിനെ ഒരു നിർമ്മാണമാക്കി അല്ലെങ്കിൽ അതിനെ ഒരു കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പറയുന്നത് പ്രതിഫലനത്തിനും പ്രവർത്തനത്തിനും സാമൂഹ്യ ഘടനയും സാമൂഹ്യ ബന്ധങ്ങളും എന്ന ആശയത്തെ ലെവി സ്ട്രോസ് വേർതിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ലെവി സ്ട്രോസ് 3 വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ആദ്യത്തെ മോഡലുകളിലെ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഇടയിൽ പെടുന്നത് എന്ന് പറയുന്നു. രണ്ടാമതായി മോഡലുകളുടെ ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ സ്വഭാവത്തെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമതായി മെക്കാനിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളെ കുറിച്ചാണ് പറയുന്നത്. സാമൂഹ്യ ബന്ധങ്ങളുടെ നിരീക്ഷണവും ഈ വസ്തുക്കൾക്ക് ശേഷമുള്ള മോഡലുകളുടെ നിർമ്മാണവും മോഡലുകളെ പരീക്ഷണങ്ങളിൽ നിന്ന് വേർതിരിക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ലെവി സ്ട്രോസ് നിരീക്ഷിച്ച വസ്തുക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ മാതൃക തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടെ ഒരേ തരത്തിലുള്ളതോ വ്യത്യസ്ത തരത്തിലുള്ളതോ ആയ മോഡലുകളുടെ നിയന്ത്രണത്തെ താരതമ്യം എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഒരു ഘടനാപരമായ വിശകലനത്തിൽ ആദ്യപടി വസ്തുക്കളെ യാതൊരു പക്ഷപാതവുമില്ലാതെ നിരീക്ഷിക്കുന്നു. അവയുമായുള്ള ബന്ധത്തിന് വിവരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മോഡലുകൾ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അവസാന വിശകലനത്തിൽ ഏറ്റവും മികച്ച മാതൃക തിരഞ്ഞെടുക്കപ്പെടുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ നരവംശ ശാസ്ത്രജ്ഞരെ പരാമർശിക്കുന്നത് ഇതിൻ്റെ വ്യത്യാസം തന്നെയാണെന്നാണ് പറയുന്നത്. താരതമ്യത്തിലൂടെ ബോധപൂർവവും അബോധപൂർവവുമായ മോഡലുകൾ തമ്മിലുള്ള വ്യത്യാസം പഠനത്തിന്റെ കീഴിലുള്ള സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. ഭാവനകളിൽ നിർമ്മിച്ച മോഡലുകൾ എന്നും മാനദണ്ഡങ്ങൾ എന്നും അറിയപ്പെടുന്ന മോഡലുകളാണ് ഉള്ളിലുള്ളവരുടെ മോഡലുകൾ എന്ന് പറയുന്നു. മാതൃകകൾ ആഴത്തിലുള്ള ഘടനകളാണ്. ഏതൊരു മാതൃകയും അല്ലെങ്കിൽ ഏതൊരു രൂപവും
അതിൻ്റെ ഒരു മാതൃകയായി കണക്കാക്കുകയാണെങ്കിൽ അതെന്താണ്, ആഴത്തിലുള്ള ഘടനകളായി മാറുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് അബോധാവസ്ഥയിലുള്ള മാതൃകകളിൽ നിന്നും സമൂഹം നേരിട്ടോ ബോധപൂർവമോ ഇവയെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ളത്, അബോധാവസ്ഥയിലുള്ളതാണോ അതോ ബോധപൂർവമായിട്ടുള്ള ബോധപൂർവമാണോ, ഇവയെല്ലാം ഓരോരുത്തരും അല്ലെങ്കിൽ ഒരു സമൂഹം ഇവയെ നേരിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. നരവംശശാസ്ത്രം പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബോധപൂർവമായ മാതൃകകളെ അല്ല, മറിച്ച് ആഴത്തിലുള്ള പ്രതിഭാസങ്ങളിൽ നിന്ന് അവർ നിർമ്മിക്കുന്ന മാതൃകകളെയാണ് നരവംശശാസ്ത്രജ്ഞർ പ്രധാനമായും അവരുടെ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അവർ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് പ്രതിഭാസങ്ങളിൽ നിന്ന് അവർ നിർമ്മിക്കുന്നു. അല്ലെങ്കിൽ ഒരു മാതൃക ഒരിക്കലും ഒരു ബോധപൂർവമായ മാതൃകകളെയല്ല, മറിച്ച് ആഴത്തിൽ പ്രതിഭാസങ്ങളിൽ നിന്ന് അവർ പ്രതിഭാസങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന മാതൃകകളെയാണ് ഏറ്റെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ലെവിൻ സ്ട്രോസ് പറയുന്നതിനനുസരിച്ച് ബോധപൂർവമായ മാതൃകകളുടെ ലക്ഷ്യം പ്രതിഭാസങ്ങളെ ശാശ്വതമാക്കുക എന്നതാണ്. അതിനെ വിശദീകരിക്കുന്നു. ഇതിൽ ബോധപൂർവമായ മാതൃകകളെ തള്ളിക്കളയണമെന്നാണ് അനുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ചില സാഹചര്യത്തിൽ നരവംശശാസ്ത്രജ്ഞർ നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ കൃത്യത ഉള്ളതാണെന്നാണ് പറയുന്നത്. അവ നമ്മളെ ആഴത്തിലുള്ള ഘടകങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും പറയുന്നു. ഇനി അടുത്തതായി നമ്മൾ ആരെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്? എഡ്മണ്ട് ലീച്ച് ഓൺ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷ് നരവംശശാസ്ത്രജ്ഞനായ എഡ്മണ്ട് ലീച്ച് സാമൂഹികഘടന ഒരു മാതൃകയായി കണക്കാക്കുന്നതിനുള്ള ആശയത്തിന് ഗണ്യമായ സംഭാവന നൽകിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സമൂഹത്തിലെ ഘടനയെ എങ്ങനെയെല്ലാം തരംതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്താം, അവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ലെവിൻ സ്ട്രോസിൻ്റെ ലിച്ചിൻ്റെയും ഘടനാവാദത്തോടുള്ള സമീപനങ്ങൾക്കിടയിൽ നിരവധി പ്രധാന വ്യത്യാസങ്ങൾ കാണപ്പെട്ടു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ലെവിൻ സ്ട്രോസിന്റെ സാർവത്രിക ഘടനകൾ കണ്ടെത്തുന്നതിൽ താല്പര്യമുണ്ട്. എല്ലാ മനുഷ്യ സമൂഹങ്ങൾക്കും എല്ലാ സമയത്തും ബാധകമായ ഘടനകൾ, പ്രാദേശിക ഘടനകളെ മനസ്സിലാക്കാൻ ലീച്ച് ഘടനാവാദത്തിന്റെ രീതി പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ചില ലീച്ചിന്റെ സമീപനത്തെ നവഘടനാപരമായത് എന്നാണ് വിളിക്കുന്നത്. അടിസ്ഥാനപരമായി ലെവിൻ സ്ട്രോസിന്റെ നിന്ന് സമാനമായ സാമൂഹ്യ ഘടനയെക്കുറിച്ചുള്ള ഒരു ആശയം ലീച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് എന്നും ഇതിലൂടെ മനസ്സിലാക്കാനും പറയപ്പെടുകയും ചെയ്യുന്നു. ലീച്ച് സാമൂഹിക പ്രപഞ്ചത്തെ വ്യത്യസ്ത ജ്ഞാനശാസ്ത്ര വിഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത ജ്ഞാനശാസ്ത്ര വിഭാഗങ്ങളായിട്ട് ലീച്ച് സമൂഹത്തെ വേർതിരിച്ച് കാണുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ അനുഭവത്തിന്റെ അസംസ്കൃതമായോ സാമൂഹ്യ ബന്ധങ്ങൾ, അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട മാതൃകകൾ, മോഡലുകൾ അനുഭവപരമല്ല. അവ നരവംശശാസ്ത്രജ്ഞന്റെ മനസ്സിലെ യോജിക്കൽ അല്ലെങ്കിൽ നിർമ്മിതിയെയാണ് ഇവിടെ പറയുന്നത്. ലെവിൻ സ്ട്രോസിനെ പോലെ ലീച്ചും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ആളുകൾ എന്താണ് പറയുന്നത് എന്നിവയിൽ യഥാർത്ഥത്തിൽ നിർമ്മിച്ച മോഡലുകൾ, എന്നാൽ അദ്ദേഹം മെക്കാനിക്കൽ മോഡലുകളെ ജൂറൽ നിയമങ്ങൾ എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്നും അർത്ഥത്തിൽ കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അർത്ഥത്തെ അർത്ഥവുമായിട്ട് യോജിക്കുകയാണ് അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് പറയുന്നത്.
ലെവിൻ സ്ട്രോസിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഏകദേശം തുല്യമായ വിശകലന മൂല്യമുള്ളതാണെന്നും പരസ്പരം പൂരകമാണെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. നിയമങ്ങളെക്കാൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനദണ്ഡങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആളുകളുടെ യഥാർത്ഥ പെരുമാറ്റം, സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, അവർ കൈവരിക്കുന്ന രൂപത്തിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളോ മാനദണ്ഡങ്ങളോ വ്യക്തിഗത പെരുമാറ്റത്തിൻ്റെ സ്ഥിതിവിവരങ്ങൾ കണക്കിന് മാത്രമാണ്. അവയ്ക്ക് നിർബന്ധിത ശക്തിയില്ല എന്നും പറയുന്നു. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് മിക്കവാറും എല്ലാ നരവംശ ശാസ്ത്രജ്ഞരും സാമൂഹ്യ ഘടനയെക്കുറിച്ച് പഠനങ്ങളാണ് നടത്തിയതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. സാമൂഹ്യ ഘടന എന്നത് സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠന രൂപകൽപ്പന ചെയ്തു എന്നും ഒരു മാതൃകയാണ് എന്നും നമ്മൾക്ക് ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ സാധിച്ചു. സമൂഹത്തെ ഘടനാപരമായിട്ടും രൂപപരമായിട്ടും അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും വ്യക്തികൾ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നതും അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഏതെല്ലാം രീതിയിലാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുമാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതും അതായത് വിശദീകരിച്ചതും